ഇറാനെ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്ക സൈനിക നീക്കം നടത്തുമ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. ഇറാനെ തൊട്ടാൽ തിരിച്ചടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി അറബ് രാജ്യങ്ങൾ ഇറാന് സംരക്ഷണമൊരുക്കുമെന്ന് അറിയിച്ചതോടെയാണ് പ്രതിസന്ധി സമാനതകളില്ലാത്ത രീതിയിൽ എത്തിയിരിക്കുന്നത്. റഷ്യ നിലപാട് പരസ്യമാക്കിയിട്ടില്ലെങ്കിലും ഇറാന് പിന്തുണ നൽകിയേക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ആരൊക്കെ തടയാൻ വന്നാലും ആക്രമിക്കുമെന്ന സന്ദേശം നൽകി അമേരിക്കയുടെ നാവിക കപ്പൽ ഇറാൻ തീരത്തേക്ക് അടുത്തു കഴിഞ്ഞു. ഗൾഫ് മേഖലയിലേക്ക് കടക്കുവാനുള്ള അമേരിക്കയുടെ തീരുമാനത്തിനെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ എതിർക്കുന്നുണ്ട്. നേരത്തെ ഖത്തറിനെ വിശ്വാസത്തിലെടുത്താണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോയത്. ഇവിടെ ഖത്തറിനെ പോലും ട്രംപ് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം ആക്രമിക്കാൻ തന്നെയാണ് തീരുമാനമെന്നാണ്. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുന്നതിനിടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് US നാവിക സന്നാഹം ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുന്നതെന്നും US പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. സൈനിക നടപടികൾക്ക് സാധ്യത കുറവാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞത്. ഇതിന് വിരുദ്ധമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതിഷേധക്കാർക്ക് വധശിക്ഷ നൽകുന്നത് ഇറാൻ നിർത്തിയതായി അറിയിച്ചതിനെ തുടർന്നാണ് സൈനിക നീക്കം ഉണ്ടാകില്ലെന്ന് ട്രംപ് നിലപാട് മയപ്പെടുത്തിയത്. ദക്ഷിണ ചൈന കടലിലെ അഭ്യാസങ്ങളിൽ നിന്ന് USS എബ്രഹാം ലിങ്കൻ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടതായി കഴിഞ്ഞയാഴ്ച US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്നതാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഞങ്ങൾ ഇറാനെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ നിന്ന് തിരിച്ചെത്തുന്നതിനിടെ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഈ വാക്കുകൾ. ഒരു വലിയ നാവിക സന്നാഹം ഇറാനിലേക്ക് നീങ്ങുന്നതായും ചിലപ്പോൾ ആ സന്നാഹത്തെ ഉപയോഗിക്കേണ്ടി വരില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രതിഷേധക്കാരെ തൂക്കിലേറ്റുന്നത് തടയാൻ ഇറാനെതിരെ ബലം പ്രയോഗിക്കുമെന്ന തന്റെ ഭീഷണി 837 പേരെ തൂക്കിലേറ്റുന്നതിൽ നിന്ന് തടഞ്ഞുവെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇറാനുമായുള്ള ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു മുന്നോടിയായി ഇറാനെ വരുതിയിലാക്കുന്നതിനാണ് അമേരിക്ക സൈനിക നീക്കം നടത്തുന്നത്. ബുധനാഴ്ച ഇറാനിയൻ അധികൃതർ പ്രതിഷേധത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. സമീപ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങളിൽ കുറവ് വന്നതായാണ് റിപ്പോർട്ട്. ഇതിനോടകം 3117 പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകളിലുള്ളത്. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും വളരെ കൂടുതലായിരിക്കാമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നുണ്ട്. നേരത്തെ ഇറാൻ സൈന്യം അമേരിക്കയുടെ മുഖത്ത് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. മേഖലയിലെ പ്രധാന US താവളങ്ങളിലൊന്നായ അൽ ഉദൈദ് വ്യോമത്താവളത്തെ അവർ ആക്രമിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു. മേഖലയിലെ പ്രധാന US കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ സൈന്യത്തിന് ഇപ്പോഴും പ്രവേശനമുണ്ടെന്ന് പറഞ്ഞ ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി തങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുമ്പോഴെല്ലാം ആ ഇടങ്ങളിൽ നടപടിയെടുക്കാൻ കഴിയുമെന്നും പറഞ്ഞു. ഭാവിയിൽ അത്തരമൊരു നടപടി ആവർത്തിക്കപ്പെടാം. ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ ശത്രു തീർച്ചയായും കനത്ത വില നൽകേണ്ടി വരും എന്നും ഖമേനി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇക്കണ്ട കോലാഹലങ്ങളും അവകാശവാദങ്ങളും എല്ലാം ഉയർത്തിയ സയനിസ്റ്റ് ഭരണകൂടം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രഹരത്തിൽ ഏതാണ്ട് തകർന്നിട്ടുണ്ട്. വഞ്ചകരായ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരായ വിജയത്തിന് ഇറാൻ ജനതയ്ക്കും സൈന്യത്തിനും അഭിനന്ദനങ്ങൾ. US ഭരണകൂടത്തിനെതിരെ ഇറാൻ നേടിയ വിജയത്തിന് അഭിനന്ദനങ്ങൾ. ഇനിയും യുദ്ധത്തിൽ നേരിട്ട് പ്രവേശിച്ചില്ലെങ്കിൽ സയനിസ്റ്റ് ഭരണകൂടം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്ന് കരുതിയാണ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ US യുദ്ധത്തിൽ പ്രവേശിക്കുന്നത്. ആ ഭരണകൂടത്തെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അവർ യുദ്ധത്തിൽ പ്രവേശിച്ചെങ്കിലും ഒന്നും നേടാനാകില്ലെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.